അസ്സലാമു അലൈക്കും. നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിനെ നിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അവസരം അള്ളാഹു തരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്. അധ്യായം 11 സൂറ ഹൂദിലെ 2, 3, 4, 5 പറയുന്നത് എന്തെന്നാൽ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. തീർച്ചയായും അവങ്കൽ നിന്ന് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട താക്കീതുകാരനും സന്തോഷ വാർത്തക്കാരനും അത്ര ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത നൽകുന്ന ആള്, താക്കീത് നൽകുന്ന ആളാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. എങ്കിൽ നിർണിതമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുകയും ഉദാര മനസ്ഥിതിയിലുള്ള എല്ലാവർക്കും തങ്ങളുടെ ഉദാരതയ്ക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തിലെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയമായും ഭയപ്പെടുന്നു. അള്ളാഹു ഒരു അവസരം തരുന്നുണ്ട്. ആ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ശിക്ഷയെ ഭയപ്പെടേണ്ടി വരുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്ര. നമ്മുടെ മടക്കം എന്ന് പറയുന്നത് സൃഷ്ടാവിലേക്കാണ്. കാരണം നമ്മളെ ജീവനും ജീവിത കഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തിരിച്ചെടുക്കാനുള്ള അവകാശം അള്ളാഹുവിനുണ്ട്. ആ ഒരു സമയം തീർച്ചയായിട്ടും അള്ളാഹു നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കുക, അവനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ നെഞ്ചുകൾ മടക്കി കളയുന്നു. ശ്രദ്ധിക്കുക, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ട് പുതച്ചു മൂടുമ്പോൾ പോലും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. തീർച്ചയായും അവൻ നെഞ്ചിലുള്ളത് അറിയുന്നവനാവുന്നു. അപ്പൊ നമ്മുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാ കാര്യം അറിയുന്ന സൃഷ്ടാവാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പൊ നന്മയാണോ തിന്മയാണോ, നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മൾ എന്താ പ്രവർത്തിക്കുന്നത്, എല്ലാം സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സൃഷ്ടാവിനെയാണ് നമ്മളോട് ആരാധിക്കാനും വിശ്വസിക്കാനും പറയുന്നത്. അപ്പൊ നമ്മളെ ജീവൻ നിലനിർത്തുന്ന സൃഷ്ടാവിന് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു സൃഷ്ടാവിനെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അതിലുപരി നമ്മളത് അംഗീകരിച്ചു കഴിഞ്ഞാലോ അതിനുള്ള ഫലവും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഫലം നൽകിയില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നുള്ളതല്ല യഥാർത്ഥ സത്യം. നമുക്ക് ജീവൻ നൽകുന്ന സൃഷ്ടാവിനോട് നമുക്ക് എത്രത്തോളം കടപ്പാടുകൾ വേണം, നമ്മൾ എത്രത്തോളം അവനെ സ്തുതിക്കണം, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അവന് അത്രയും ഫലം നമുക്ക് തരുന്നുണ്ടെങ്കിൽ, അതിനുള്ള പ്രതിഫലങ്ങൾ നൽകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം കാരുണ്യമുള്ളവനായിട്ടാവണം. അത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മളെ യഥാർത്ഥ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ഒരു അവസരം നമുക്ക് അള്ളാഹു ഒരുക്കി തരട്ടെ.